രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വലിയ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം MGOCSM യൂണിറ്റ് എല്ലാ വർഷങ്ങളിലും ഒരു ക്രിസ്തുമസ് കരോൾ, ക്രിസ്തുമസ് ദൂത് അറിയിക്കുന്ന പരിപാടിയുണ്ടല്ലോ. ഈ വർഷത്തെ ക്രിസ്തുമസ് രാത്രിയിൽ ദൂത് അറിയിക്കുവാനായിട്ട് ബലഹീനനായ എന്നോടും ആവശ്യപ്പെട്ടതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. കുന്നംകുളം MGOCSM യൂണിറ്റിന്റെ ഒരു മെമ്പറും മുൻകാല പ്രവർത്തകനും എന്ന നിലയിൽ കുന്നംകുളത്ത് ഇങ്ങനെയുള്ള നല്ല സംരംഭങ്ങൾ നടക്കുന്നത് കാണുന്നതിലും അറിയുന്നതിലും അതിയായ സന്തോഷം. ക്രിസ്തുമസ് സന്തോഷത്തിന്റെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും വലിയ പെരുന്നാളാണ്. സന്തോഷത്തിന്റെ പെരുന്നാളായിത്തീരുന്നത് സർവ ലോകത്തിനും ഉണ്ടാകുവാനിരിക്കുന്ന വലിയ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ബെത്ലഹേമിൽ രക്ഷകൻ പിറന്നിരിക്കുന്നു. എന്താണ് സർവ്വലോകത്തോടുമുള്ള സന്തോഷം? അല്പം ഭാരതീയ പശ്ചാത്തലത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഞങ്ങൾ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പോന്നതായ പിതാക്കന്മാർ, ഭാരതീയ പിതാക്കന്മാരുണ്ടായി. ഇതുപോലെ തന്നെ യവന ചിന്തകരും പേർഷ്യൻ ചിന്തകരും എല്ലാം ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുന്നതായി. ലോകരക്ഷകൻ പിറക്കുന്നു എന്നുള്ളതിന്റെ സന്തോഷം അവിടെയാണ് കാണുന്നത്. അനേക ആയിരം ഘാതം യാത്ര ചെയ്ത് ഒരു നക്ഷത്രത്തിന്റെ പുറകെ പേർഷ്യയിൽ നിന്നും മറ്റേ കിഴക്കൻ ദിക്കുകളായ ഭാരതത്തിൽ നിന്നുമൊക്കെ വിദ്വാൻമാരായ ആളുകൾ ബെത്ലഹേമിലെത്തി എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ സന്തോഷത്തിന്റെ വലിയ പെരുന്നാൾ അവർ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് ശാന്തിയുടെ പെരുന്നാളാകുന്നത് ആട്ടിടയന്മാരോട് മാലാഖ നൽകുന്ന സന്ദേശം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സന്തോഷം, സമാധാനം. ലോകത്തിന്റെ ശാന്തിയുടെ, സമാധാനത്തിന്റെ പ്രഭുവാണ് യേശുക്രിസ്തു. മൽക്കി സാദേഖ്, നീതിയുടെ രാജാവ്, സമാധാന പ്രഭു എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു വലിയ പെരുന്നാൾ, സമാധാനത്തിന്റെ പെരുന്നാൾ, ശാന്തിയുടെ പെരുന്നാൾ, അതോടൊപ്പം തന്നെ ഇത് വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പെരുന്നാളാണ്. ആദമിൽ പാപത്തിൽ മനുഷ്യൻ മരിച്ചു എന്ന് നാം മനസ്സിലാക്കും. യേശുക്രിസ്തുവിൽ പൂർണ്ണ രക്ഷയിൽ മനുഷ്യൻ ജനിക്കുകയാണ്. നിത്യതയിലേക്കുള്ള ഒരു വലിയ ജനനം. ആ വലിയ ജനനം സാധ്യമായി തീരുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടിയാണ്. ആ ജനനം പൂർത്തീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തിലും പുനർജനനത്തിലും അഥവാ പുനരുത്ഥാനത്തിലുമാണ്. അപ്പോൾ ഇത് വലിയ പ്രത്യാശയുടെ പെരുന്നാൾ കൂടിയാണ്. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു വർഷം ഇവിടെ കടന്നുപോകുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഒരു പുതിയ വർഷത്തിലേക്ക് നാം ഒരുങ്ങുന്നു. പോയ വർഷങ്ങളിൽ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും സമ്മിശ്ര വികാരങ്ങൾ നമ്മെ ഭരിക്കുന്നുണ്ട്. പ്രതീക്ഷയോടുകൂടിയുള്ള ഈ പ്രയാണമാണ് മനുഷ്യ ജന്മങ്ങളെ
കർമ്മ നിരതമാക്കുന്നത്. പ്രതീക്ഷയോടുകൂടിയുള്ള ഗവേഷണാത്മകമായ ഈ ജീവിത ശൈലിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യകുലത്തിന് അനുദിനവും നൽകുന്നത്. അതുകൊണ്ടാണല്ലോ ഓരോ വർഷങ്ങളിലും ദൈവകൃപയാൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ സംരംഭങ്ങൾ, പുതിയ പല വിധത്തിലുമുള്ള ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിനെ മറിയം ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ച് വളർത്തിയതുപോലെ വചനമാകുന്ന ദൈവത്തെ നമുക്കും നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിന് ജീവൻ നൽകാം. നമുക്ക് ക്രിസ്തുവിനോടൊപ്പം കാൽവറിയിലേക്ക് യാത്ര ചെയ്യാം. അവിടെ ലോകത്തിന്റെ പാപത്തിനു വേണ്ടി യാഗമായി തീരുക എന്നുള്ള ആ മഹായാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിൽ വിശുദ്ധ വിശ്വാസ പ്രമാണത്തിൽ നാം പറയുന്നത് പോലെ തന്റെ രണ്ടാമത്തെ വരവിനും മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നമുക്ക് നോക്കി പാർക്കാം. എല്ലാ വിശ്വാസികൾക്കും, പ്രത്യേകിച്ച് കുന്നംകുളം യൂണിറ്റിന്റെ MGOCS പ്രവർത്തകർക്കും, ഈ യൂണിറ്റിന്റെ മുൻകാല പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ എന്ന നിലയിൽ ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും